ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ലോക്കൽ എക്സ്ട്രീംസ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമേ ചെയ്തുള്ളൂ, ബാക്കി കുറച്ച് പ്രോബ്ലംസ് കൂടെ സോൾവ് ചെയ്യാം നമുക്ക്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക കേട്ടോ. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ സ്റ്റാർട്ട് ചെയ്താലോ? ലോക്കൽ എക്സ്ട്രീംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആക്ച്വലി എങ്ങനെയാണ് ലോക്കൽ എക്സ്ട്രീംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ ഒരു സെക്ഷൻ കണ്ടാൽ മതിയാകും കേട്ടോ. അപ്പോൾ സോൾവ്ഡ് പ്രോബ്ലംസിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നമുക്കൊരു എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രീം വാല്യൂ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യുക. വാട്ട് ഈസ് എഫ് എക്സ്? എഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. എഫ് വൈ എന്ന് പറയുന്നത് എന്താ? ഡോ എഫ് ബൈ ഡോ വൈ നമുക്കറിയാം. സോ വാട്ട് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xy minus 5x square minus 2y square plus 4x plus 4y. Okay, which is equal to dou by dou x ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ നമുക്ക് എന്താ? 2y കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ 2y മീൻസ് പുറത്തെടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. മൈനസ് 5x സ്ക്വയർ, ഇപ്പോൾ 5 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു എക്സ് മൈനസ് 2y സ്ക്വയർ. ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 പ്ലസ് 4xൻ്റെ ഡെറിവേറ്റീവ് 4 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1. 4yൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ 4y കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഇവിടെ? 2y 5 ഇൻറ്റു 2 10 ആണ്, മൈനസ് 10x പ്ലസ് 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഇതുപോലെ നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ? ഡോ എഫ് ബൈ ഡോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് 2xy മൈനസ് 5x സ്ക്വയർ മൈനസ് 2y സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4y. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടേമിൽ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 1 മൈനസ് 5x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 0 മൈനസ് 2 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2y ആണ് പ്ലസ് 4xൻ്റെ ഡെറിവേറ്റീവ് 0. 4yൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x മൈനസ് 2 ഇൻറ്റു 2 4y പ്ലസ് 4. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ? 2x മൈനസ് 4y പ്ലസ് 4. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കുക, എഫ് ഐ ഈക്വൽ ടു 0 എടുക്കുക, സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എഫ് എക്സ്? എഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് 2y മൈനസ് 10x പ്ലസ് 4 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എന്താണ്? ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം എക്സിൻ്റെ ടേം ഇങ്ങനെ, എക്സിൻ്റെ ടേം ആദ്യം വരുന്ന രീതിയിൽ എഴുതാം കേട്ടോ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? മൈനസ് 10x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0. ഇനി അടുത്തത് എന്താണ്? എഫ് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2x മൈനസ് 4y പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇക്വേഷൻ എ, ഇത് ഇക്വേഷൻ ബി എന്നിരിക്കട്ടെ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോ സോൾവ് ചെയ്യാനായിട്ട് ഒരേപോലത്തെ ടേം കൊണ്ടുവരണം അല്ലേ? ഇപ്പോൾ ഇവിടെ 4ഉം 4ഉം ഉണ്ട്, ഇവിടെ മൈനസ് പ്ലസ് 2yയും ഇവിടെ മൈനസ് 4y ആണുള്ളത് ആണല്ലോ. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഇവിടെ ഇപ്പോൾ 10x പ്ലസ് 2y പ്ലസ് 4 ആണല്ലേ? നമുക്ക് ഇവിടെ നിന്നൊരു 2 ഒന്ന് കോമൺ എടുക്കാം. ഈ ഒരു ഇക്വേഷൻ എയിൽ നിന്നൊരു 2 നമ്മൾ കോമൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ
ഒന്നുകിൽ അതിൽ നിന്ന് എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നിന്ന് എടുക്കാം അല്ലേ. ഇവിടെ മേളിൽ ആൾറെഡി 2y ഉണ്ട്. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നൊരു 2 കോമൺ എടുക്കുമ്പം ഈ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആവുമല്ലോ. അപ്പോൾ 2 നമ്മൾ കോമൺ എടുക്കുവാണ്. കോമൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ 2 ഇക്വേഷൻ ബി ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് മൈനസ് 2y പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. മൈനസ് 10x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ ബി നമ്മൾ ബി ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് 2y പ്ലസ് 2 ഈക്വൽ ടു 0. ഇനി ഒന്ന് ഫസ്റ്റ് ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഒന്ന് ആഡ് ചെയ്തേ. ഇത് 1 എന്നും 2 എന്നും കൊടുക്കാം. 1 പ്ലസ് 2 ചെയ്തേ. 1 പ്ലസ് 2 ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? മൈനസ് 10x പ്ലസ് എക്സ് ചെയ്യുമ്പോൾ മൈനസ് 9x, 2y മൈനസ് 2y ചെയ്യുമ്പോൾ 0, പ്ലസ് 4 പ്ലസ് 2 ചെയ്യുമ്പോഴത്തേക്കും 6 ആണല്ലോ, ഈക്വൽ ടു 0. അതായത് മൈനസ് 9x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് ആണല്ലോ. ദാറ്റ് ഈസ് മൈനസ് 9x ഈക്വൽ ടു മൈനസ് 6. എക്സ് ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുക? മൈനസ് 6 ബൈ മൈനസ് 9. ദാറ്റ് ഈസ് നെഗറ്റീവ് പോയി. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 2/3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 3 നമുക്ക് 6നെയും 9നെയും നമുക്ക് 3 നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ 6/9 ഗീവ്സ് 2/3. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? സോ വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2/3. നെക്സ്റ്റ് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് വൈ. അപ്പോൾ വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻ എയ്തർ ഇക്വേഷൻ 1 ഓർ ഇക്വേഷൻ 2. സോ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുവാണ്. എക്സ് മൈനസ് 2y പ്ലസ് 2 ഈക്വൽ ടു 0. എക്സ് നമുക്ക് എന്ത് കൊടുക്കാം? 2/3 മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഈക്വൽ ടു 0. ദെൻ വൈയിൽ നമുക്ക് വേണ്ടത് 2/3 പ്ലസ് 2 ചെയ്തേ. 2/3 പ്ലസ് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 ക്യാൻ ബി റിട്ടൺ as 2/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു 1 2 പ്ലസ് 3 ഇൻറ്റു 2 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 3. 2 plus 6 8. 8/3. 8/3 ഇനി നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ 2/3 പ്ലസ് 2 നമുക്ക് എങ്ങനെ എഴുതാം? 8/3 മൈനസ് 2y ഈക്വൽ ടു 0. ദെൻ 8/3 ഈക്വൽ ടു മൈനസ് 2y ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2y. നമുക്ക് y അല്ലേ ഇടാൻ വേണ്ടത്. ഈ 8ഉം 2ഉം കട്ട് ചെയ്യാമല്ലോ. ഇവിടെ 4 ആവും. 2ൽ 8 കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 4 ആയി കിട്ടുന്നത്. അപ്പോൾ സോ വി ഗെറ്റ് y ഈക്വൽ ടു 4/3. നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്രിട്ടിക്കൽ പോയിന്റ്. സോ വി ഗെറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ് എക്സിൻ്റെ വാല്യൂ 2/3 ആണ്. എക്സിൻ്റെ വാല്യൂ 2/3 ആൻഡ് y ഈസ് 4/3. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. So y equal to 4/3 and x is equal to 2/3. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് വേണ്ടത് എന്താണ്? എക്സ്ട്രീം വാല്യൂസ് അല്ലേ വേണ്ടത്? എക്സ്ട്രീം വാല്യൂ ആണ് വേണ്ടത് അല്ലേ. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? fxx, fyy, fxy ഇത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആണല്ലോ. സോ വി ഹാവ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താ വേണ്ടത്? fxx fyy മൈനസ് fxyൻ്റെ സ്ക്വയർ. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് fxx കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ വി നോ fxൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 2y മൈനസ് 10x പ്ലസ് 4 ആണല്ലോ. അതുപോലെ fyൻ്റെ വാല്യൂ 2x മൈനസ് 4y പ്ലസ് 4 ഇതാണ് കിട്ടിയത്. fxx എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ കിട്ടിയേക്കുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ്. ഓക്കെ, അറിഞ്ഞൂടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y മൈനസ് 10x പ്ലസ് 4. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2yൻ്റെ വാല്യൂ 0 അല്ലേ. ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് 10x എന്താ? മൈനസ് 10. ഡോ ബൈ ഡോ എക്സ് ഓഫ് 4ൻ്റെ വാല്യൂ 0 ആണ്. സോ വാട്ട് ഈസ്
നമുക്ക് എന്ത് കിട്ടി വാല്യൂ മൈനസ് 10 ആണല്ലോ. അപ്പോൾ എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -10. അതുപോലെ നമുക്ക് എഫ് വൈ വൈ കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി ഹാവ് എഫ് വൈ ഈക്വൽ ടു എഫ് വൈൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത് 2x minus 4y plus 4. So what is Fy y, which is equal to dou by dou y of Fy. That is dou by dou y of 2x minus 4y plus 4, which is equal to dou by dou y of 2x 0. Dou by dou y of minus 4y minus 4 into 1, that is minus 4 plus അടുത്ത dou by dou y of 4 is 0. സോ നമുക്ക് ആൻസർ കിട്ടി -4 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത് ആണല്ലോ. അപ്പോൾ എഫ് എക്സ് എക്സിൻ്റെ വാല്യൂം കിട്ടി, എഫ് വൈ വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എഫ് എക്സ് വൈ. എഫ് എക്സ് വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് എഫ് എക്സ് വൈ? എഫ് എക്സ് വൈ വിച്ച് ഈസ് എന്താണ് എഫ് എക്സ് വൈ എന്ന് പറയുന്നത്? എഫ് എക്സ് കണ്ടുപിടിക്കുക, അതിന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ്. ഓക്കെ, that is dou by dou y of what is fx. fxന്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടിയത്? 2y minus 10x plus 4 ആണല്ലോ. ഡോ ബൈ ഡോ വൈ ഓഫ് 2y minus 10x plus 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഡോ ബൈ ഡോ വൈ ഓഫ് 2yൻ്റെ വാല്യൂ എന്താണ്? 2 ആണല്ലേ. ബാക്കി ഈ രണ്ട് ടേമും വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. സോ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ? എഫ് എക്സ് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, നമുക്കിനി എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് എക്സ് എക്സ്, എഫ് എക്സ് എക്സ്, എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ. സോ വാട്ട് ഈസ് എഫ് എക്സ് എക്സ്? അതിൻ്റെ വാല്യൂ നമുക്ക് -10 എന്നാണ് കിട്ടിയത്. എഫ് വൈ വൈൻ്റെ വാല്യൂ -4 മൈനസ് എഫ് എക്സ് വൈൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ. അപ്പോൾ ചെയ്ത് നിങ്ങൾ -10 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ 40 പ്ലസ് 40 മൈനസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? 40 മൈനസ് 4, ദാറ്റ് ഈസ് 36. 36 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ആണല്ലോ. സോ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഓക്കെ, നമ്മുടെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എന്താണ്? എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് എടുക്കുന്നത് ഒന്ന് എഫ് എക്സ് എക്സ് എടുക്കുക അല്ലേ. എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? -10 വിച്ച് ഇസ് ലെസ് ദാൻ 0യും എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് equal to 36, that is greater than 0. അതായത് എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0യും എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും വന്നാൽ we can say that f has a local maximum. പഠിച്ചു വെച്ചോ നിങ്ങൾ, ഒരു essay question ആണ് കേട്ടോ. f has a local maximum at the critical point. What is the critical point? 2/3, 4/3. And what is the maximum value? Maximum value നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. സോ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ദെൻ മാക്സിമം വാല്യൂ and the maximum value is will be എന്താണ്? we have f of, നമുക്ക് എന്താ വേണ്ടത്? f of 2/3, 4/3. ആദ്യം നമുക്ക് f of x y എഴുതാം. f of x yൻ്റെ വാല്യൂ എന്തുവായിരുന്നു പറഞ്ഞേ നിങ്ങൾ? 2xy minus 5x square minus 2y square plus 4x plus 4y ആണല്ലോ. നമുക്ക് വേണ്ട മാക്സിമം വാല്യൂ ആണ് എഫ് ഓഫ് 2/3, 4/3. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു എക്സിന് 2/3 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 2/3 ആൻഡ് വൈ ഈക്വൽ ടു 4/3. വി ഗെറ്റ് വാട്ട്? എഫ് ഓഫ് 2/3, 4/3. സോ 2 ഇൻറ്റു 2/3 ഇൻറ്റു വൈ. വാട്ട് ഈസ് വൈ? 4/3 minus 5x square. 5 into x square. What is x? 2/3 the whole square minus 2 into y square. What is y? 4/3. Y square will be 4/3 the whole square plus 4 into 2/3 plus 4 into 4/3. Okay, ഒന്ന് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. 2 into 2 4, 4 into 4 16, 16 by
3 into 3, 9. 16 by 9 minus 5 into, what is 2 by 3 the whole square? 2 by 3 the whole square is 4 by 9. 4 by 9 into 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 by 9 into 5 will be 20 by 9. Minus 4 by 3 the whole square. 4 square is 16. 16 into 2 will be 32. 32 divided by 3 square, that is 9. Plus 4 into 2, 8. 8 by 3 plus 4 into 4, 16. 16 by 3. Simplify ചെയ്ത് കാൽക്കുലേറ്റർ വേണേൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് അറിയാവോ? 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലേ, അപ്പം ന്യൂമറേറ്റർ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം അല്ലേ. -20 -32 ചെയ്യുമ്പോൾ നമുക്ക് -52 ആണ് കിട്ടുന്നത്. അപ്പോൾ -52 + 60 ചെയ്ത് നിങ്ങൾ 12 - 6 will be 12 - 6 ചെയ്യുമ്പോൾ 6, 4 - 1 ചെയ്യുമ്പോഴത്തേക്കും 30. അപ്പോൾ -36 by 9 പ്ലസ് 60. ഇവിടെ കണ്ടോ 3 ഡിനോമിനേറ്റേഴ്സ് 3 ആണ് വന്നേക്കുന്നത്. അന്നേരം എന്താണ്, ന്യൂമറേറ്റേഴ്സ് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 16 + 8. 16 + 8 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക, 24. ഇപ്പോൾ 24 ഡിവൈഡഡ് ബൈ 3. ഒരു സെക്കൻഡ്, നമ്മുടെ f(x)(y)യിൽ f(x)(y) ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് പറഞ്ഞേ. 36 -36 by 9 ചെയ്യുമ്പോൾ -4 പ്ലസ് 24 by 3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്താ, 8 അല്ലേ. അപ്പോൾ -4 + 8, സോ ദ ആൻസർ ഈസ് 4. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതിയപ്പോഴത്തേക്കും f(x)(y) എഴുതിയപ്പോൾ ഈ ആക്ച്വൽ ക്വസ്റ്റിനകത്ത് ഇവിടെ ഒരു +4 കൂടെ വരും കേട്ടോ. ക്വസ്റ്റ്യനിൽ മിസ് അത് എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ +4 ആണോ -4 ആണോ, സോറി -4. ഓക്കെ, അതായത് ഈ f(x)(y)യിൽ ലാസ്റ്റ് ഒരു -4 കൂടെ ക്വസ്റ്റ്യനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് എഴുതിയപ്പോഴത്തേക്കും വിട്ടുപോയതാണ്. അപ്പോൾ ആ ഒരു കേസ് വരുന്നതിലാണ് നമുക്ക് ഈ ഒരു f(2/3, 4/3) എടുക്കുമ്പോൾ എക്സ്ട്രാ ഇവിടെ ഒരു -4 വരികയും ഈ 4 - 4 ചെയ്യുമ്പോൾ നമുക്ക് 0യും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ -4 ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് ഇവിടുത്തെ കേസിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 തന്നെയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റിനകത്ത് ലാസ്റ്റ് 4y കഴിഞ്ഞിട്ട് ഒരു -4 കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിസ് അത് എടുത്തെഴുതിയപ്പോഴത്തേക്കും അത് വിട്ടുപോയി. സോ ആ കേസിലാണെങ്കിൽ ലാസ്റ്റ് ഒരു -4 വരാണെങ്കിൽ ആൻസർ 0 ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ആൻസർ 4 ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് f(x)(y) = x² + y² - 4y + 9. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്, ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, f(x) എടുക്കുക, fy എടുക്കുക, രണ്ടും 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക, ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് f(x). എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ, (∂x) ഓഫ് x² + y² - 4y + 9 which is equal to (∂x) of x² എന്താ, 2x plus (∂x) of y² എന്താ, 0. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് 4yൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, (∂x) of 4y - 4y 0 ആണ്. അപ്പോൾ 0. 9ൻ്റെ വാല്യൂ, 9ൻ്റെ ഡെറിവേറ്റീവും 0 ആണ്. സോ what is we get, 2x ആണല്ലോ. Similarly, we have to find out fy. So what is fy? (∂y) of f, that is x² + y² - 4y + 9. Calculate ചെയ്തേ. Then now we get (∂y) of x² is 0. (∂y) of y² is 2y. (∂y) of -4y is -4. (∂y) of 9 is 0. So this will becomes 2y - 4, right?
Now we have to find out critical points. നമുക്ക് ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇക്വേറ്റ് എഫ് എക്സ് ആൻഡ് എഫ് ഐ ഈക്വൽ ടു 0 ദെൻ സോൾവ് ദ ഇക്വേഷൻസ് അല്ലേ? എഫ് എക്സും എഫ് ഐയും നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. സോ വി ഹാവ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ആൻഡ് എഫ് ഐ ഈക്വൽ ടു 2y minus 4. ഇക്വേറ്റ് ചെയ്ത് 0 ഇക്വേറ്റ് ചെയ്തേ. 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2x ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഇസ് ഈക്വൽ ടു 0. 2y മൈനസ് 4 ഈക്വൽ ടു 0 ഇംപ്ലൈസ് 2y ഈക്വൽ ടു 4 ആൻഡ് y ഈക്വൽ ടു 4/2 ദാറ്റ് ഇസ് 2. സോ വാട്ട് ഇസ് എ ക്രിട്ടിക്കൽ പോയിന്റ്? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് x ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു 2 ദാറ്റ് ഈസ് 0,2. 0,2 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. Now we have to find out fxx, fyy, fxy. Then step 2 എന്താണ്? step 2 എന്ന് പറയുന്നത് we have to find out fxx, fyy minus fxy square. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So what is f? Is dou by dou x. So what is fx? 2x. 2x. Dou by dou x of 2x is 2 constant പുറത്തെടുത്തു. and x ന്റെ derivative with respect to x is 1. That is 2. Right? Now fyy. What is fyy? പറഞ്ഞേ നിങ്ങൾ. fyy fyy which is equal to dou by dou y of fy ആണല്ലോ, which is equal to dou by dou y of what is fy? 2y minus 4. 2y minus 4. Dou by dou y of 2y is 2, right? 2 into y ന്റെ ഡെറിവേറ്റീവ് എന്താ with respect to y? That is 1 minus 4 ന്റെ ഡെറിവേറ്റീവ് with respect to y is 0. So we get the answer is 2. fxx കിട്ടി, fyy കിട്ടി. Now we have to calculate fxy. So നമുക്കിനി fxy ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So fxy എന്ന് പറയുന്നത് എന്താണ്? dou by dou y of fx ആണല്ലോ. That is dou by dou y of what is fx? fx ന്റെ വാല്യൂ 2x ആണ്. 2x ന്റെ ഡെറിവേറ്റീവ് with respect to y ചെയ്യുമ്പോൾ derivative will become 0. Okay. Now fxx minus fxx fyy minus fxy square നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Now fxx fyy minus fxy square equal to what is fxx? 2. fyy is also 2 minus fxy square is 0 square, that is 4. 4 is greater than 0. And what about fxx? fxx is equal to 2. It is also greater than 0. fxx fyy minus fxy square is greater than 0 and fxx is also greater than 0. That means f has a local minimum. F has a local minimum. What? F has a local minimum. Okay, clear? So local minimum value നമുക്ക് കിട്ടിയിട്ടുണ്ട്. Now we have to find out the value of f at the critical point. Okay, so now the value of f at the critical point 0,2 will be equal to what is f of xy? f of xy എന്തായിരുന്നു? x square plus y square minus 4y plus 9, right? So f of 0,2 എന്ന് പറയുമ്പോൾ എന്താണ്? put x equal to 0. x ന് 0 കൊടുക്കണം, y ക്ക് എന്ത് കൊടുക്കണം? 2 substitute ചെയ്യണം. Okay, so 0 square plus y square means 2 square, that is 4 minus 4 into y, that is 4 into 2, that is 8 plus 9, right? Which is equal to what we get? 4 minus 8 will becomes minus 4. Minus 4 plus 9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? plus 5 കിട്ടും. So the answer will be, minimum value will be 5 കേട്ടോ. Okay, next question. അടുത്ത question എന്താ? Find the local extremes of f of xy equal to y square minus x square.
സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താ? ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ given f of xy, given f of x comma y equal to y square minus x square. Now we have fx which is equal to dou by dou x of y square minus x square, which is equal to dou by dou x of y square is 0 minus dou by dou x of x square is 2x. So നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? minus 2x ആണല്ലോ. Now fy equal to dou by dou y of y square minus x square, which is equal to dou by dou y of y square. Y square derivative എന്താണ്? 2y minus dou by dou y of x square is 0. So we get the answer 2y. നമുക്ക് 2y ആണ് കിട്ടുന്നത്. നമുക്ക് x കിട്ടി, fy കിട്ടി ആണല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? fx fyക്കും 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. fx equal to fy equal to 0 കൊടുക്കുമ്പോൾ which implies minus 2x is equal to 0 implies x is equal to 0. അതുപോലെ 2y equal to 0 implies y equal to 0. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് x equal to 0, y equal to 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. സോ നൗ ദ ക്രിട്ടിക്കൽ പോയിന്റ് വിൽ ബിക്കംസ്, നൗ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 0,0 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താ? fxx fyy മൈനസ് fxy സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ fxx fyy നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് fx? fxx എന്ന് പറയുമ്പോൾ എന്താ? dou by dou x of minus 2x, which is equal to minus 2. Similarly fyy which is equal to fy ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? fy equal to എന്താണ്? fy യുടെ വാല്യൂ 0 ആണോ? അല്ല, 2y. fy equal to 2y അല്ലേ? അതല്ലേ കിട്ടിയത്? യെസ്, fy equal to 2. അങ്ങനെയാണെങ്കിൽ fyy ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dou by dou y of 2y, right, is equal dou by dou y of 2y ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 അല്ലേ? 2. now fxy equal to എന്താ വരുന്നത്? fxy, that is dou by dou y of fx, which is equal to dou by dou y of what is fx? minus 2x, which is equal to 0. okay, now നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നമുക്ക് fxx കിട്ടി, fyy കിട്ടി, fxyയും കിട്ടി. now we have to find out fxx fyy minus fxy square. so what is fxx? that is minus 2. so minus 2 into what is fyy? 2 minus fxy is 0 square, that is minus 4, that is less than 0. fxx into fyy minus fxy square നമുക്ക് less than 0 ആണ് കിട്ടിയത്. also we have fxx is less than 0. so that means the function has a saddle point at the 0, 0. it means the function f has a saddle point at the given point, at the critical point 0, 0. so hence there is no extreme values ഇല്ല കേട്ടോ. എക്സ്ട്രീം വാല്യൂസ് ഇല്ല. മനസ്സിലായോ? ഇപ്പോൾ സാഡിൽ പോയിന്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 0, 0 എന്ന് പറയുന്നത് സാഡിൽ പോയിന്റ് ആണ്. എഫ് ഹാസ് എ സാഡിൽ പോയിന്റ് അറ്റ് 0, 0, hence there is no extreme values. okay, clear? അടുത്ത question. find the local extreme values of the function f of xy equal to xy minus x square minus y square minus 2x minus 2y plus 4. ചെയ്യാം.
ഇതൊക്കെ തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇപ്പോൾ സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടായിട്ടുണ്ടാവും അല്ലേ, ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ക്രിട്ടിക്കൽ പോയിന്റ്. ഫോർ ദാറ്റ് നമുക്ക് എന്താ വേണ്ടത്? എഫ് എക്സും എഫ് ഐയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് എഫ് എക്സ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y പ്ലസ് 4 which is equal ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ. വൈ കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്ത്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 1 minus dou by dou x of x square is 2x, dou by dou x of y square is 0, dou by dou x of minus 2x is minus 2, dou by dou x of minus 2y is 0, dou by dou x of 4 is also 0. So what we get? Y minus 2x minus 2 ആണല്ലോ. Similarly fy equal to dou by dou y of xy minus x square minus y square minus 2x minus 2y plus 4. So what is dou by dou y of xy? Dou by dou y of xy, that is with respect to x ചെയ്യുമ്പോൾ y ചെയ്യുമ്പോൾ x കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ x പുറത്തെടുക്കാം. dou by dou y of y will be 1 minus dou by dou y of x square is 0, dou by dou y of minus y square, that is minus 2y, then dou by dou y of 2x is 0, dou by dou y of minus 2y will become minus 2, dou by dou y of 4 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x minus 2y minus 2 കിട്ടിയില്ലേ? കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്? എഫ് എക്സ് എഫ് ഐ 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. So given fx equal to 0 and fy equal to 0 implies എന്ത് കിട്ടും? ഇവിടെ ഓക്കെ, ഇപ്പോൾ ഇവിടെ എഫ് എക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എക്സിൻ്റെ ടേം ഞാൻ ആദ്യം എഴുതുവാണേ. മൈനസ് 2x പ്ലസ് വൈ minus 2 equal to 0. സെക്കൻഡ് കേസ് വന്നിട്ട് എക്സ് മൈനസ് 2y മൈനസ് 2 equal to 0 ആണല്ലോ. ഇങ്ങനെയല്ലേ നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇക്വേഷൻ, ഇപ്പോൾ ഇക്വേഷൻ എ, ഇക്വേഷൻ ബി. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ കോഎഫിഷ്യൻസ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ആണ്. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? ഇവിടെ മൈനസ് 2x ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2x കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ 2 കൊണ്ട് ത്രൂ ഔട്ടായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 into equation B implies നമുക്ക് എന്ത് കിട്ടും? 2x minus 4y minus 4 equal to 0. ഇത് ഇക്വേഷൻ സി എന്നിരിക്കട്ടെ. ദെൻ എ പ്ലസ് സി ചെയ്തേ. എ പ്ലസ് സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തോ കേട്ടോ. നമുക്ക് സൊല്യൂഷൻ വേണമെന്ന് മാത്രം. മൈനസ് 2x പ്ലസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0. അടുത്തത് 2x minus 4y minus 4 equal to 0. Okay, so ഇത് cancel ചെയ്യാം. y minus 4y will become minus 3y, then minus 2 minus 4 become minus 6 is equal to 0. That is minus 3y minus 6 equal to 0, minus 3y equal to 6 and y equal to 6 by minus 3, that is minus 2. അപ്പോൾ y minus 2 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ എടുക്കുവാണേ. കൺസിഡർ ദ ഇക്വേഷൻ എക്സ് മൈനസ് 2y മൈനസ് 2 ഈക്വൽ ടു 0, പുട്ട് y ഈക്വൽ ടു മൈനസ് 2. സോ എക്സ് മൈനസ് 2 ഇൻറ്റു മൈനസ് 2, 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 ഈക്വൽ ടു 0, 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മൈനസ് 2, ദാറ്റ് ഈസ് പ്ലസ് 4 അല്ലേ. അപ്പോൾ എക്സ് plus 4 minus 2 equal to 0. 4 minus 2 becomes 2. X is equal to minus 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് 2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഏതാണ്? മൈനസ് 2 കോമ മൈനസ് 2 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. എന്താണ്? മൈനസ് 2 കോമ മൈനസ് 2 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ്. ക്രിട്ടിക്കൽ പോയിൻ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എന്താ വേണ്ടത്? സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള എഫ് എക്സ് എക്സ് എഫ് വൈ വൈ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നൗ we have to find out fxx. What is fxx? fxx എന്ന് പറയുന്നത്
ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ് അല്ലേ. അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ്, റൈറ്റ്, which is equal to dou by dou x of what is fx. fxന്റെ വാല്യൂ എന്ന് പറയുന്നത് y minus 2x minus 2, which is equal dou by dou x of y minus 2x minus 2, which is equal to yന്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് 2 ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് 2xന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്, ആണല്ലോ. Similarly, fyy, which is equal to dou by dou y of fy, which is equal to dou by dou y of what is fy, x minus 2y minus 2, which is equal to dou by dou y of x 0. Dou by dou y of minus 2y will become minus 2. Dou by dou y of minus 2 equal to 0. So, we can get answer minus 2 kitty. Now, we have to find out fxy. That is dou by dou y of fx. Okay. So, which is equal to dou by dou y of what is fx? fx in the value in the y minus 2x minus 2. Dou by dou y of y എന്ന് പറയുന്നത് എന്താണ്? It is 1. Dou by dou y of minus 2x minus 2 ന്റെ വാല്യൂ 0 ആണ്. ഇതിന്റെ വാല്യൂസ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. Now we have to find out what fxx fyy minus fxy square. നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Now fxx fyy minus fxy square equal to what is fxx? Minus 2. What is fyy? Minus 2 minus fxy square, that is 1 square, right? Minus 2 into minus 2 plus 4 plus 4. 4 minus 1 will become 3, is greater than 0, and we have fxx that is equal to minus 2, which is less than 0. Less than 0. Here we have first condition, what we get? നമുക്ക് എന്താ കിട്ടിയത്? fxx fyy minus fxy സ്ക്വയറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും fxxൻ്റെ വാല്യൂ ലെസ് ദാൻ 0യും വന്നാൽ നമുക്ക് എന്ത് പറയാം? f has a local maximum. f has a local maximum at നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണ്? -2, -2. അതിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? and the value will becomes f of xy നമുക്ക് എന്താ തന്നേക്കുന്നത്? xy minus x square minus y square minus 2x minus 2y plus 4, right? Now f of minus 2 comma minus 2 will becomes x ന് minus 2 y ക്ക് minus 2 substitute ചെയ്യുമ്പോൾ what we get? minus 2 into minus 2, that is 4 minus x square minus 2 into square 4 minus y square minus 2 into square 4 minus 2 into minus 2. 2 into minus 2 will becomes plus 4 minus 2 into minus 2 again plus 4 plus 4, right? Plus 4 minus 4 plus 4 minus 4. So remaining what we get? 8. നമ്മുടെ ആൻസർ എന്താണ്? 8 ആണ് വന്നേക്കുന്നത്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എസ്സേക്ക് ചോദിക്കും, നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 3x പ്ലസ് 2y പ്ലസ് 5. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? we have first നമുക്ക് എന്താ വേണ്ട? ക്രിട്ടിക്കൽ പോയിന്റ് ആണ് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ we have to find out fx. fx is equal to dou by dou x of x square plus xy plus 3x plus 2y plus 5, right? Which is equal to dou by dou x of x square is 2x. Dou by dou x of xy എന്ന് പറയുന്നത് എന്താണ്? y ആണ്. xന്റെ ഡെറിവേറ്റീവ് 1, y കോൺസ്റ്റന്റ് പുറത്തെടുത്തു, പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x becomes 3. ദെൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y പ്ലസ് 5ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് എക്സിൻ്റെ വാല്യൂ 2x പ്ലസ് y പ്ലസ് 3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് fy. fy is ഡോ ബൈ ഡോ y ഓഫ് x square plus xy plus 3x plus 2y plus 5, right? This is equal to dou by dou y of x square 0. Dou by dou y of xy എന്ന് പറയുമ്പോൾ x കോൺസ്റ്റന്റ് പുറത്തെടുത്ത് dou by dou y of y ന്റെ വാല്യൂ 1, that is x into 1 plus dou by dou y of 3x 0, dou by dou y of 5 0, dou by dou y of 2y എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. So what we get? x plus 2.
Now we have to find out what the critical point by equating fx and fy equal to 0. അപ്പോൾ fxും fyയും 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ fx equal to fy equal to 0 implies ഫസ്റ്റ് നമുക്ക് 2x plus y plus 3 equal to 0. Second case എന്താണ്? x plus 2 equal to 0 implies x is equal to minus 2. ആണല്ലോ. അപ്പോൾ x equal to minus 2 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് y കിട്ടും. x equal to minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into minus 2 plus y plus 3 equal to 0. 2 into minus 2 is minus 4. Minus 4 plus 3 is minus 1. Y minus 1 equal to 0. Y equal to 1. So what is the critical point? Minus 2 comma 1. Minus 2 comma 1 എന്ന് പറയുന്നതാണ് നമ്മുടെ critical point എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമ്മുടെ critical point. മനസ്സിലായോ? Okay, now we have to find out fxx, fyy and fxy. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. So fxx which is equal to dou by dou x of fx. fx ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2x plus y plus 3 which is equal to dou by dou x of 2x, that is 2. Okay, then fyy which is equal to dou by dou y of what is fy ന്റെ വാല്യൂ എന്ന് പറയുന്നത് x plus 2. Dou by dou y of x plus 2 ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. Now we have to find out fxy, that is dou by dou y of fx, which is equal to dou by dou y of 2x plus y plus 3, which is equal to dou by dou y of 2x plus 3 will become 0, dou by dou y of y will become 1. Okay, fxy ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 1 ആണ് കിട്ടിയത്. ആണല്ലോ. Now we have to find out the discriminant value, that is fxx fyy minus fxy the whole square, which is equal to fxx. What is fxx? 2 into 0 minus fxy square, that is 1 square, that is what? Minus 1, which is less than 0. fxx fyy minus fxy the whole square is less than 0. Similarly, fxx is equal to 2, that is greater than 0. Greater than 0. Since fxx fyy minus fxy the whole square is less than 0, we can say that the point, critical point, നമ്മുടെ critical point നമുക്ക് എന്താ കിട്ടിയത്? minus 2 comma 1 corresponds to a, പറഞ്ഞേ നിങ്ങൾ, corresponds to a saddle point ആണ് കേട്ടോ. corresponds to a saddle point. Okay, clear? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ജസ്റ്റ് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. അപ്പോൾ ഇത് എക്സാമിന് ഇതുപോലെ ചോദിക്കും. ഈ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം ആയിരിക്കും പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മൊഡ്യൂൾ 3ൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.